ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. സഖരിയാവിനും എലിസബത്തിനും വാർദ്ധക്യത്തിൽ ജനിച്ച മകനാണ് യോഹന്നാൻ സ്നാപകൻ. മക്കളില്ലാത്തവരുടെ വേദന വലുതാണ്. അപ്പോൾ തന്നെ മക്കൾ നിമിത്തം വേദനിക്കുന്നവരും വളരെയാണ്. തങ്ങളുടെ മക്കൾ തങ്ങൾക്ക് അഭിമാനവും ആശ്വാസവും തണലുമായിരിക്കണമെന്ന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവർക്കാവശ്യമായതെല്ലാം നൽകി അവരെ വളർത്താൻ ശ്രമിക്കുന്നു. എങ്കിലും തങ്ങളുടെ മക്കൾ തങ്ങളുടെ പ്രതീക്ഷകളിൽ നിന്നകലുമ്പോൾ അത് മാതാപിതാക്കൾക്ക് തീരാ ദുഃഖമായി തീരുന്നു. നമ്മുടെ മക്കൾ സന്തോഷവും ഉല്ലാസവും നൽകുന്നവരായിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായി, നാം നമ്മുടെ മാതാപിതാക്കൾക്ക് സന്തോഷം നൽകുന്നവരായിരിക്കണം. വിതയ്ക്കുന്നത് ആണ് നാം കൊയ്യാൻ പോകുന്നതും. നമ്മുടെ അമ്മയപ്പന്മാരെ നാം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നത് നമ്മുടെ മക്കൾ കണ്ടു വളർന്നാൽ അത് അവർ നാളെ നമ്മോടും കാണിക്കും. രണ്ടാമതായി, നാം നമ്മുടെ മക്കളിൽ അമിത പ്രതീക്ഷ നിമിത്തം ഭാരമുണ്ടാക്കരുത്. മക്കൾ അവരുടെ കഴിവിനൊത്തു പഠിക്കട്ടെ. ലഭിക്കുന്ന ഫലത്തിൽ സന്തോഷിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക. നമ്മുടെ പദ്ധതികൾ അവരെ അടിച്ചേൽപ്പിക്കാതിരിക്കുക. ദൈവത്തിന് അവരെക്കുറിച്ചുള്ള ഹിതം അറിഞ്ഞ് അതിനനുസരിച്ച് വളരാൻ അവരെ പ്രാപ്തരാക്കുക. ദൈവഹിതം അവർ നിവർത്തിക്കുന്നത് കാണുന്നതിൽ നാം സന്തോഷിക്കുക. പുരോഹിതപുത്രനായിരുന്ന യോഹന്നാൻ താൻ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാനല്ല ദൈവത്താൽ നിയോഗിക്കപ്പെട്ടത്. പകരം ദൈവപുത്രന് വഴിയൊരുക്കാൻ വേണ്ടിയാണ്. മൃദുലമായ പഞ്ഞിനൂലങ്കിക്ക് പകരം ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരക്കച്ചയ്ക്ക് പകരം അരയിൽ തോൽവാറും കെട്ടി ദേവാലയത്തിലെ യാഗമാംസങ്ങളുടെ പങ്കിന് പകരം വെട്ടുക്കിളിയും കാട്ടുതേനും ഉപജീവിച്ച യോഹന്നാനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വ്യത്യസ്തമായിരുന്നു. മക്കൾ നമുക്ക് സന്തോഷവും ഉല്ലാസവും നൽകുന്നവരാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.